+2 മലയാളം ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റുകൾ ഒന്നും രണ്ടുമല്ല 14 അക്ഷരത്തെറ്റുകളാണ് ചോദ്യപേപ്പറിലുള്ളത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ആശാനക്ഷരം ഒന്ന് വിളിച്ചാൽ എന്നുള്ളതാണല്ലോ. എന്താണ് സംഭവിച്ചത്? ചോദ്യപേപ്പറിൽ മലയാളത്തിൽ 14ഓളം തെറ്റുകളാണല്ലോ വന്നിരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു ഇത് റഹീസ്? ഡോക്ടർ അരുൺ, പ്രധാനപ്പെട്ട തെറ്റുകളുടെ എണ്ണമാണ് 14. അതല്ലാത്ത കുറേയധികം തെറ്റുകളുണ്ട്. ഇതിനകത്ത് ഇപ്പോ എടുത്തു പറയേണ്ട 2-3 കാര്യം പറഞ്ഞാൽ, താമസം എന്നതിന് പകരം താസമം എന്നാണ് ചോദ്യപേപ്പറിലുള്ളത്. നീലകണ്ഠ ശൈലം എന്നതിന് നീലകണു ശൈല്യം എന്നതാണ്. സച്ചിനെ കുറിച്ച് എന്നത് സച്ചിനെ കറിച്ച് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കൊല്ലുന്നതിനെ കാളും എന്നതിനെ കൊല്ലുന്നതിനെ കാളം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ ഉണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ ഈ 14 പുലിക്കോട്ടിൽ എന്നത് പൂലിക്കോട്ടിൽ എന്നാക്കി എഴുതി വച്ചിരിക്കുന്നു. കാതോർക്കും എന്നത് കാരോർക്കും എന്നാണ് ചോദ്യപേപ്പറിലുള്ളത്. ഈ ആദിയും എന്നതിന് ആദ്യം എന്ന് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ 14 ഈ തരത്തിലുള്ള 14 അക്ഷരത്തെറ്റുകളും അതല്ലാത്ത കുറേയധികം പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് കാണിച്ചിട്ട് വരാം. നമുക്ക് ആ ഫോട്ടോ ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യപേപ്പറിലെ തെറ്റുകൾ ഞാനൊന്ന് പ്രേക്ഷകരെ കാട്ടിയിട്ട് വരാം. ഇതാണ് +1 പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ. ആ മലയാളം ചോദ്യപേപ്പറിലെ 1ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം, എന്തെന്തു സുന്ദര രംഗങ്ങളാണ് മുമ്പിൽ വിടർന്നു നിൽക്കുന്നത്. ഈ ലേഖകൻ ഈ പ്രസ്താവനയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 ദൃശ്യങ്ങൾ എഴുതാൻ പറയുന്നു. അതിനകത്ത് ഗന്ധശേഖരമുള്ള ഗന്ധമാന പർവ്വതം, അതിനുശേഷം കഴിഞ്ഞിട്ട് നീലകണ്ഠ ശൈലം എന്നുള്ളതിന് പകരം നീലകണുശൈലം എന്നാണ്. നീലകണുശൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും. നീലകണുശൈലം എന്ന് എഴുതിയിരിക്കുന്നു. നീലകണുശൈലം എന്നാണ് പ്രേക്ഷകർക്ക് കാണാം. നീലകണ്ഠശൈലം എന്നതിന് പകരം കണുശൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ഇതിലേക്ക് പോകാം. 2ാമത്തെ ഇതിലേക്ക് 4ാമത്തെ ചോദ്യത്തിൽ മാഡ്രിഡിലേക്ക് താമസം മാറ്റിയത് എന്നാണ്. താമസം എന്നാണ് എഴുതിയത്. താമസം എന്ന് ഉദ്ദേശിച്ചതാണ്, താമസം എന്നായിപ്പോയി. താമസം. മറ്റൊരു പ്രധാന തെറ്റുള്ളത് 9ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, സച്ചിനില്ലാത്ത ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനാവും, പക്ഷേ ക്രിക്കറ്റില്ലാത്ത സച്ചിനെ കറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. കുറിച്ച് എന്നുള്ളതിന് പകരം പോയി, പകരം കറിച്ചായിപ്പോയി. താഴെ കൊടുത്തിരുന്ന കവിതാഭാഗം വായിച്ച് 22 മുതൽ 24 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയുന്നു. കാതോർക്കും എന്നുള്ളതിന് പകരം അഴികൾക്കുള്ളിൽ പക്ഷി എന്തിനോ കാതോർക്കും പോൽ എന്നുള്ളതിന് പകരം കാതോർക്കും എന്നുള്ളത് മാറി കാരോർക്കും എന്നായിപ്പോയി. ആയിട്ട് മാറി. മലയാളം ചോദ്യപേപ്പറാണ് എന്നത് ഓർമ്മിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ദൈന്യതയും നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ആധിയും അല്ലേ, ആധിയും എന്നുള്ളതിന് പകരം ആധിയം ആയിപ്പോയി. പങ്കുവയ്ക്കുന്ന കവിതയാണ് കിരാതവൃത്തം. പിന്നെ വലിപ്പത്തിൽ എന്നുള്ളതിന് പകരം ഭാഗ്യച്ചീട്ടുകളും കൈപ്പെട്ടി തൻ വലിപ്പത്തിലുള്ളൊരു പക്ഷിക്കൂടും എന്നുള്ളതിന് പകരം വലിപ്പിത്തിൽ എന്നായിപ്പോയി. ചുരുക്കത്തിൽ ഇതൊന്നും തന്നെ ഈ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിട്ട അധ്യാപകൻ പ്രിന്റ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. റഹീസ് റഷീദ്, 1-2 ചെറിയ തെറ്റുകൾ വരുന്നത് മനസ്സിലാക്കാം. 14ഓളം തെറ്റുകൾ, വലിയ മേജറായിട്ടുള്ള തെറ്റുകൾ വരുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് പൊറുക്കാനാവുക? 1. 2, ഈ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്തതിന് ശേഷം ആരും പ്രൂഫ് റീഡിംഗ് നടത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ റഹീസ് റഷീദ്? അതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രശ്നം അതാണ്. ചോദ്യപേപ്പർ പ്രൂഫ് റീഡിംഗ് നടത്താതെ കുട്ടികളുടെ അടുത്തേക്ക് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും പ്രൂഫ് റീഡിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറും സാങ്കേതികമായി മാത്രം നടത്തി, കാര്യമായിട്ട് അതിനകത്ത് തെറ്റുണ്ടോ എന്നൊന്നും നോക്കിയില്ല. അതാണ് പ്രശ്നം വന്നത്. ഇനി അതാരാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഈ വള്ളിയോ പുള്ളിയോ ഒന്നും വിട്ടുപോയതല്ല. താമസവും സച്ചിനെ കുറിച്ചെന്നത് സച്ചിനെ കറിച്ചും എന്നൊക്കെ വന്ന ഗുരുതരമായൊരു തെറ്റാണ് അതിനകത്തുള്ളത്. ആ ചോദ്യപേപ്പർ വെച്ച് കുട്ടികളൊക്കെ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി ഉത്തരം എഴുതുമ്പോൾ പേപ്പറിലുള്ളത് പോലെ എന്തെങ്കിലും പ്രൂഫ് റീഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തത് ഇത് പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചതും ഏതെങ്കിലും വല്ല ബംഗാളികളെ എങ്ങാനും ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും അത് പ്രൂഫ് റീഡ് ചെയ്തേക്കുന്ന ഒരു മലയാള അധ്യാപകനല്ല എന്നുള്ളതാണ്. താങ്ക് യു റഹീസ്. റഷീദാണ് ആ ചോദ്യപേപ്പർ ചോർത്തി പ്രേക്ഷകർക്ക് നൽകിയത്. ചോർത്തി എന്ന് ഉദ്ദേശിച്ച പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ചോർത്തി എന്നാണ് കേട്ടോ, അതിന് മുമ്പല്ല. താങ്ക് യു റഹീസ് റഷീദ്. വെരി ഗുഡ് നൈറ്റ്. അപ്പോൾ
അപ്പോൾ 14 തെറ്റുകളാണ്. സാധാരണ ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ പല സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുക. പല ആവർത്തി വായിച്ചു നോക്കി അതിലെ അക്ഷരത്തെറ്റുകളും അക്ഷരപ്പിശാചെന്ന് നമ്മൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് അത് നമ്മൾ അയക്കുമ്പോൾ സോഫ്റ്റ് കോപ്പിയും അയക്കും, നമ്മൾ ഹാർഡ് കോപ്പിയും നമ്മൾ കൊടുക്കും. നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഹാർഡ് കോപ്പി മാത്രമാണ് അവർ സ്വീകരിക്കുക. അതവിടെ എത്തിയതിന് ശേഷം പിന്നീട് സ്ക്രൂട്ടണിക്ക് പോകും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം പല ചോദ്യപേപ്പറുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചോദ്യപേപ്പറുകളാണ് പ്രിന്റിന് പോവുക. അത് പോയി വന്നാലും ബന്ധപ്പെട്ട അധ്യാപകർ അത് പരിശോധിച്ച് സൂക്ഷ്മമായിട്ട് തെറ്റുകൾ വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് വിതരണം ചെയ്യാൻ അയക്കൂ. പക്ഷേ ഈ പ്രൊസീജിയർ എവിടെയോ ഒരിടത്ത് പാളിപ്പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്.